ചരിത്രത്തിൽ തുല്യതയില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഉമ്മാക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുക പാലം കടന്നതിൻ്റെ ശേഷമായിരിക്കുമെന്നാണ്. പാലം കടക്കുന്നതിൻ്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് നബി മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീസുൻ അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ആഗ്രഹമുള്ളത് നബിതങ്ങൾക്കാണെന്നാണ് അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സാലിം ഫൈദി രക്ഷപ്പെടണമെന്ന് സാലിം ഫൈദിയേക്കാൾ ആഗ്രഹം മുത്തുനബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ എല്ലാ അമലുകളും എനിക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്നുമാണ്. ഞമ്മക്ക് വേണ്ടി നമ്മൾ ദിവസത്തിൽ 2 പ്രാവശ്യം പൊറുക്കലിനെ തേടലില്ല. ഞമ്മക്ക് വേണ്ടി മുത്തുനബി ദിവസവും 2 പ്രാവശ്യം പൊറുക്കലിനെ തേടുന്നു. മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സ്വർഗാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സൗഭാഗ്യമല്ല. ദാറുസ്സലാം സ്വർഗാണ്, ദാറുൽ അമാൻ സ്വർഗാണ്, ദാറുൽ മഹബ്ബ സ്വർഗമാണ്. എല്ലാ നിഅമത്തുകളുടെയും കേന്ദ്രമാണ് സ്വർഗം എന്ന് പറഞ്ഞത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹിനെ കാണലാണ്. സ്വർഗത്തിൽ ഒരുപാട് നിഅമത്തുകളുണ്ട്, പക്ഷെ എല്ലാം തുടക്കമാണ്. സ്വർഗത്തിൽ മുന്തിരി ഉണ്ട്, ഉറുമാമ്പഴമുണ്ട്, പക്ഷെ അതൊക്കെ ഒരു തുടക്കമാണ്. മുന്തിരി ഉറുമാമ്പഴം മാത്രമല്ല, ചിക്കനൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ തുടക്കമാണ്. 40 വീടുകൾ ചേർന്ന ഒറ്റ വീടുണ്ട്, അതും തുടക്കാണ്. വസ്ത്രം, മരത്തിൽ കായ്ച്ചു നിൽക്കുന്ന വസ്ത്രമുണ്ട്, അതിൻ്റെ അടിയിൽ ശരീരത്തിൽ ധരിക്കാനുള്ള ആഭരണങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ തുടക്കാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നിഅമത്തുകളുടെ ഭവനമാണ്. നിഅമത്തിലെ അവസാനത്തെ നിഅമത്തിൽ ഇഖാ ആണ്, അള്ളാഹിനെ കാണലാണ്. ദുന്യാവിൽ ഒരേ ഒരു മനുഷ്യന് മാത്രമാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്, അത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലിഖാഇനൊരു പ്രത്യേകതയുണ്ട്. ലിഖാഇന് മറവി ഉണ്ടായിരിക്കുമെന്നാണ്. സ്വർഗത്തിന്റെ വലിയൊരു പ്രത്യേകത തന്നെ മറവിയാണ്. ഒരാള് ദുന്യാവിൽ ഇങ്ങനെ നല്ല മട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓനുണ്ട്, ഓൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. അന്തസ്സായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മൂത്ത കുട്ടിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായി. അവസാനം തിരുവനന്തപുരത്തായി, കുട്ടി മരണപ്പെട്ടു. അതേ അസുഖം 2ാമത്തെ കുട്ടിക്ക് തുടങ്ങി. പൈസ ഒരുപാട് ചെലവായി, കുട്ടി മരണപ്പെട്ടു. അള്ളാഹു നമ്മളൊക്കെ മക്കൾക്ക് ദീർഘായുസ്സ് തരട്ടെ. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യക്ക് തലക്കൊരു വേദന തുടങ്ങി. പരിശോധിച്ച് നോക്കുമ്പോൾ ട്യൂമറാണ്. അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മൊത്തം ചെലവായി, പക്ഷെ മരണത്തിന് കീഴ്പ്പെട്ടു. വീട് വരെ വിറ്റു. ഒരു റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോരുമ്പോൾ മോട്ടോർ സൈക്കിൾ വന്നുങ്ങാണ്ട് ഇങ്ങോട്ട് കുത്തിങ്ങാണ്ട് ഓനും മരിച്ചു. മൊത്തം കഴിഞ്ഞു. ഓൻ നാളെ മഹ്ശറയിൽ വരും, സ്വർഗത്തിൽ. അല്ലാഹു തആല ഓനോട് ചോദിക്കുന്നതാണ്, എന്തൊക്കെ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ ഓൻ പറയും, വളരെ സന്തോഷാണ്, സുഖാണ്, അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പൊ അള്ളാഹുവിന് ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്നാണ്. മനുഷ്യ, ദുന്യാവിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത കുട്ടിക്കൊരു ദണ്ണ ഉണ്ടായില്ലേ എന്ന് ചോദിക്കും. ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് പറയും, ആ അത് ശരിയാണ് പടച്ചോനെ, അങ്ങനെ ഉണ്ടായിരുന്നു, സാരമില്ല എന്ന് പറയുന്നതാണ്. അങ്ങട്ട് ദുനിയാവിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് മറന്നു എന്നുള്ളതാണ് സ്വർഗത്തിന്റെ വലിയൊരു നിഅമത്ത് എന്നുള്ളതാണ്. മറവിയാണ് സ്വർഗത്തിലെ വലിയ നിഅമത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തും. അതേ അസുഖം പിന്നെ എൻ്റെ 2ാമത്തെ കുട്ടിക്കുണ്ടായിട്ട് മരിച്ചില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ഓനത് ഓർമ്മ വരുന്നത്. ആ പടച്ചോനെ, അങ്ങനെ ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു ഓർമ്മപ്പെടുത്തും, എടാ മനുഷ്യ, എൻ്റെ ഭാര്യക്ക് തലക്കൊരസുഖം ഉണ്ടായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മൊത്തം ചെലവായി, പെരയും വിറ്റ് ചികിത്സിച്ചിട്ട് അവസാനം മരണത്തിന് കീഴടങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗാവകാശിയായ മനുഷ്യൻ പറയും, പടച്ചോനെ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അള്ളാഹു ചോദിക്കും, ഒരു റമദാൻ മാസത്തിലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് ആരും ശല്യം ചെയ്യാതെ റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പെരേക്ക് പോകുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങോട്ട് മേത്തേക്ക് വന്നാണ്ട് കുത്തിയിട്ടല്ലേ ഇങ്ങോട്ട് പോന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഓ ആലോചിക്കുക, അത് ശരിയായിരുന്നല്ലേ, സാരല്ല എന്ന് പറയും എന്നതാണ്. മറവിയാണ് ഏറ്റവും വലിയ നിഅമത്ത്. ഓരോ പുതിയ നിഅമത്തുകൾ വരുമ്പോഴും പഴയതിനെ മറക്കുമെന്നാണ്. രാവിലെ കഴിച്ച ഭക്ഷണത്തിന്റെ രുചി വൈകുന്നേരം ഓർമ്മയില്ലാത്തതിനാൽ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുതലാണ്. എന്നും ചിക്കൻ തന്നെയാണെങ്കിൽ ചിക്കൻ ഒരു രസം ഉണ്ടാവില്ല. എന്നും അയിലയാണെന്ന് വിചാരിക്കുക, ഒരു രസം ഉണ്ടാവില്ലല്ലോ.
രാവിലെ കഴിച്ച ഭക്ഷണത്തിന്റെ രുചി വൈകുന്നേരം മറന്നു എന്ന് ഭക്ഷണത്തിന്റെ വലിയ ടേസ്റ്റാണ്. വൈകുന്നേരം കഴിച്ച ഭക്ഷണത്തിന്റെ രുചി പിറ്റേ ദിവസം രാവിലെ മറക്കും. ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ് സ്വർഗത്തിൽ, ബുക്രത്തൻ വാശിയാണ്. അനൗദ്യോഗികമായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഒക്കെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഔദ്യോഗികമായിട്ട് 2 നേരമാണ്. പക്ഷെ ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അടുത്ത നേരത്തേക്ക് മറന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ പുതിയ നിഅമത്തുകൾ വരുമ്പോഴും, ഇന്ന് ഒരു വസ്ത്രം ധരിച്ചാൽ ഇന്നലെ ധരിച്ച വസ്ത്രം മറന്നതിനാൽ പുതിയ അനുഭവമായിരിക്കും. ഓരോ നിമിഷവും പുതിയ അനുഭവങ്ങൾ, ഓരോ സെക്കൻഡും പുതിയ അനുഭവങ്ങൾ. അങ്ങനെയാണ്. അങ്ങനെ സ്വർഗത്തിലെ അവസാനത്തെ നിഅമത്താണ് അള്ളാഹുവിനെ കാണുക, ലിഖാ, അള്ളാഹുവിനെ കാണുക എന്ന നിഅമത്തോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും മറന്നു പോകുമെന്നാണ്. ലോകത്ത് ഒരേ ഒരു മനുഷ്യന് മാത്രമാണ് അങ്ങനെ ഒരു നിഅമത്തുണ്ടായിട്ടുള്ളത്. അത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളെ ഓർത്തു എന്നാണ് വാക്കോട് ഉസ്താദ് പറഞ്ഞത്. അതാണ് മിഅ്റാജ്. മിഅ്റാജ് എന്ന് പറഞ്ഞത് ഒരു ചില്ലറ വിഷയമൊന്നല്ല. ലോകത്ത് ഒരേ ഒരു മനുഷ്യന് മാത്രമാണ് മിഅ്റാജ്. അത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുമായുള്ള സംഭാഷണമാണ് അതിലുണ്ടാകുന്നത്. ആ സന്ദർഭത്തിൽ നമ്മളെ ഓർത്തു. ഒരു രാജാവിന് മറ്റൊരാൾ രാജാവാകാൻ ആഗ്രഹിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു രാജാവിന് വേറൊരാൾ രാജാവാകാൻ ആഗ്രഹിക്കാൻ കഴിയില്ല. പരമാവധി പോയാൽ മന്ത്രി ആയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രധാനമന്ത്രി ആയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കാം. മറ്റൊരാൾ രാജാവാകണത് ആലോചിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു രാജാവിന് മറ്റൊരാൾ രാജാവായിക്കോട്ടെ എന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരാൾ ദുനിയാവിലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മിഅ്റാജ്. ആഖിറത്തിലെ രാജാധികാരമാണ് ലിഖാ. അത് ദുനിയാവിൽ നിന്ന് അനുഭവിക്കുമ്പോൾ പടച്ചോനെ എൻ്റെ ഉമ്മത്തിന് ഈ ഒരവസ്ഥ കിട്ടാൻ ഞാൻ എന്താ വേണ്ടതെന്ന് ആഗ്രഹിച്ചു, അത് ചോദിച്ചു. ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ആഗ്രഹം നമുക്ക് പല വിഷയത്തിലുണ്ടായാലുണ്ട്, അത് ചോദിക്കുക കൂടി ചെയ്തു എന്നതാണ്. അതുകൊണ്ട് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ആഗ്രഹമുള്ള ആളാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു അല്പം നബിതങ്ങളിലേക്ക് അങ്ങോട്ടെടുത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് കൂടുതലായി നമ്മോട് ഇങ്ങോട്ടടുക്കും. അതുകൊണ്ടൊരല്പം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അങ്ങനെയാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല സങ്കടം. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വരുന്നില്ലല്ലോ എന്നാണ് സങ്കടം. ലലംതു സുന്നതമൻ അഹ്യല്ലലമൈലാ അനിസ്തഖത് ഖദമാഹു ളുറമിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നതല്ല ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം. ലലംതു സുന്നതമൻ അഹ്യൻ ലലാമ അനിസ്തഖത് ഖദമാഹു ളുറമിൻ വറമി, കാലുമ്മ നീര് വരുന്നില്ലല്ലോ വടച്ചോനെ എന്നതാണ് സംഘടനം. ഇഷ്കിന് ലോജിക്കില്ല. ആശക്ക് എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് ആശക്കിന് മാത്രമേ മനസ്സിലാകുള്ളൂ എന്നതാണ്. ഞാൻ എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് എന്ന് ഇഷ്കുള്ളവനാണ് മനസ്സിലാക്കാൻ കഴിയുക. വേറൊരാൾക്ക് ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത് കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നാണ്. മുത്തുനബി വഫാത്തായി എന്നറിഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിന്റെ വീട്ടിലാണ്. വിവരമറിഞ്ഞ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു. നബി തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോ ഇഷ്ക അടിയെന്ന് മേപ്പെട്ടൻ കയറി. അരയിലുണ്ടായിരുന്ന വാള് ഊരിയിട്ട് ആയിഷ ബീവിന്റെ വാതിലിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാല് ഒടലുമ്മ തല ഉണ്ടാവൂല, അത്തരിയിട്ടൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇഷ്കുള്ളവനാണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്, വേറൊരാൾ പറഞ്ഞു കൊടുക്കലല്ല എന്നതാണ് മറുപടി. അത് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതുള്ള ആൾ അത് തീരുമാനിച്ചോളും എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നത്.
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോട് നമ്മളെക്കാൾ താല്പര്യവും നമ്മളെക്കാൾ ബന്ധവുമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയെ വിളിക്കാറുണ്ടായിരുന്നത് വാപ്പാന്നല്ല, ശരിക്ക് യാ റസൂലല്ലാഹ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനെ വിളിക്കാറുണ്ടായിരുന്നത് യാ റസൂലല്ലാഹ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവാകുന്നതിനേക്കാൾ വാപ്പയാകുന്നതിനേക്കാൾ ബന്ധമാണ് റസൂൽ എന്നതിലുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 63-ാമത്തെ വയസ്സ് പൂർത്തിയായതിനു ശേഷം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ ജസദാണ് വഫാത്തായത്, റിസാലത്തല്ല. റിസാലത്തും വഫാത്തായിട്ടില്ല, നബുവത്തും വഫാത്തായിട്ടില്ല. ഇന്നത്തെ നബിയും ഇന്നത്തെ റസൂലും മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജസദിന് മാത്രമേ അത് ബാധകമുള്ളൂ, നബുവത്തിനും റിസാലത്തിനും ബാധകമല്ല. അതുകൊണ്ട് നബുവത്തും റിസാലത്തും ഇപ്പോഴും മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആശിഖീങ്ങൾക്ക് മദീനയുമായി ബന്ധമുണ്ടാവാൻ കാരണം. എല്ലാ ദിവസവും രാത്രിയിൽ ഇശാംസ്കാരം കഴിഞ്ഞ് കിടന്നാൽ ആശിഖുകൾ മദീനയിലേക്ക് യാത്ര ചെയ്യും. മുഖദ്ദസായ അർവാഹുകളുടെ കൂടെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാരുടെ കൂടെ അവർ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നു. എന്തേ കാരണം? മദീനയിൽ ജസദിന് മാത്രമാണ് വഫാത്ത്, നുബുവത്തിനും റിസാലത്തിനുമല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരല്പം മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് കൂടുതൽ അടുത്തു വരാൻ തയ്യാറാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി തീരണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവരത്തിൽ വെച്ച് ഏറ്റവും വലിയ വിവരം മുത്തുനബിനെ പറ്റിയുള്ള വിവരമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം നബി തങ്ങളോട് എത്ര താല്പര്യമുണ്ട് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ കയറി നിസ്കരിച്ചാലും ഒരു സഹാബിന്റെ ഒടുക്കെത്തൂല. 20,000 റക്അത്ത് നിസ്കരിച്ചാലും ഒരു സഹാബിയുടെ ഒടുക്കെത്തൂല. ഒരു സെക്കൻഡ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഈമാനോട് കൂടെ മൗത്തായ ആൾക്കാണ് സഹാബി എന്ന് പറഞ്ഞത്. എത്ര ബാത്ത് ചെയ്താലും അങ്ങോട്ട് എത്തൂല. നാളിനോട് ഒരാൾ ചോദിച്ചു, സഹാബത്തിൽ എന്താ ഔലിയാക്കളില്ലാത്തതെന്ന് ചോദിച്ചു. വിലായത്തിനേക്കാൾ വലിയ സ്ഥാനമാണ് സ്വഹബത്ത് എന്നതുകൊണ്ട് പറയാതിരുന്നതാണ്. PG ഉള്ള ആൾക്ക് പിന്നെ SLC ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയത് ഈ ഉമ്മത്തിൽ ഏറ്റവും വലുത് സ്വഹബത്ത് എന്നതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടിയിട്ട് ഈമാനോട് കൂടെ മൗത്താകുന്ന ആൾക്കാണ് സഹാബി എന്ന് പറഞ്ഞത്. അങ്ങനെ വേറെ ആൾക്ക് വേറൊരു ഇബാദത്ത് കൊണ്ടോ വേറൊരു കാര്യം കൊണ്ടോ എത്തിച്ചേരാൻ സാധ്യമാവൂല. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടുപ്പമാണ് മുഅ്മിനായ മനുഷ്യന്റെ വിജയം. നമ്മുടെ എല്ലാ ഇബാദത്തുകളും ഇഷ്കാണ്. യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞത് ശരിക്കും ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. നോമ്പ് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഹജ്ജ് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഖുർആൻ ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ലോകത്തെ അറിയപ്പെടുന്ന ബാങ്ക് കൊടുത്ത ആള് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. ലോകം കണ്ട ഏറ്റവും വലിയ ആശിഖാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ട് യാത്ര ചെയ്തു. അങ്ങനെ താൻ മരണത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോ മഹാനവർകളുടെ ഭാര്യ കരഞ്ഞു എന്നാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ മോളെ എന്തിനാ ഈ കരയണത്? ഞാൻ ഇത്ര കാലം എന്തൊരു വിഷയത്തിനാണോ കരഞ്ഞിരുന്നത് അത് ഇന്നത്തോടുകൂടെ അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ കരഞ്ഞത് നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേർപിരിയേണ്ടി വന്നതിനാണ്. അത് ഇന്ന് തീരാണ്, നാളെ മുതൽ കാണാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു വഫാത്തായി സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനാണ് എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു അക്ബർ പറയാൻ കഴിയാത്തോണ്ടല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു 2 തവണയാണ് പിന്നീട് മദീനയിൽ വന്നത് എന്നതാണ് താരീഖിലുള്ളത്. ഒരിക്കൽ വന്നു, അപ്പോൾ തന്നെ മടങ്ങി. പിന്നെ ഒരിക്കൽ വന്നപ്പോൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഒന്ന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു, തയ്യാറായില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ബിലാലെ നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം. മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ നിന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറയാൻ പ്രയാസമില്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പ്രയാസമില്ല, വഅഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുന്നതോടുകൂടെ
ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളത് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാനാണ്. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. മറ്റു ഉമ്മത്തിൽ നിന്ന് നമുക്കുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് നമ്മുടെ പ്രത്യേകത. ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകാൻ അനുയായികളോട് ചോദിച്ചു, ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു, ഇദാബ അൻത വ റബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖായിദൂൻ. ഒരു കാര്യം ചെയ്യ്, നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തിട്ട് ജയിക്കാണെങ്കിൽ മടങ്ങി വരുമ്പോ ഈ വൈക്കന്നെ വരുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ ഇവിടുന്നാണ്ട് ഒപ്പം ചേർന്നോണ്ട് എന്ന് പറഞ്ഞു. മുത്തുനബി തന്റെ ഉമ്മത്തിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബദറിലേക്ക് പോകാണ്, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല. അബൂജാഹിലിന്റെ നേതൃത്വത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി 1000 പടയാളികൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞു. നമ്മളെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു, കടലേക്ക് ചാടണമെന്ന് നിങ്ങളിപ്പാണ് പറഞ്ഞാല് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങളാണ് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഇഷ്കാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തേലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഇഷ്കിനെ പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ ഈ ഉമ്മത്ത് ശക്തരായിരിക്കും. ഉമ്മത്തിന്റെ ശക്തി ചോർന്നു പോയതിൽ റബീഉൽ അവ്വൽ മാസത്തെ ഇൻസൾട്ട് ചെയ്തതിൽ വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴമക്കാരായ ആളുകളെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത് റബീഉൽ അവ്വൽ മാസത്തിനെ ആഘോഷമാക്കിയിട്ടാണ്. ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിരുന്നത് റബീഉൽ അവ്വൽ നബിദിനത്തിനാണ്. ഏതില്ലാത്തവനും ചെലവാക്കും. ഒന്നുമില്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇടാൻ പൈസ ഇല്ലെങ്കിൽ ഉപ്പിട്ടിട്ടെങ്കിലും ജാഥ വരുമ്പോൾ കൊടുക്കും. ഏതില്ലാത്തവനും ചെലവാക്കും. അങ്ങനെ ഇഷ്കിന്റെ മാർഗത്തിൽ റബീഉൽ അവ്വലിലെ ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചു. അങ്ങനെയാണ് ഒരു കാലത്ത് മുഅ്മിനീങ്ങളുടെ ഈമാൻ നിലനിന്നിട്ടുള്ളത്. അതിനെ ഇൻസൾട്ട് ചെയ്യുക, അതിനെ മോശമാക്കുക, നിസ്സാരാക്കുക, അതൊന്നും പത്തിരിട്ടൊന്നും വേണ്ടെന്ന് പറയാ. നമുക്ക് ഏത് ഭാഗ്യ നബി തങ്ങളെ കൊണ്ടല്ലാതെ ഉണ്ടായിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉമ്മത്ത് നമ്മളാണ്. എന്താ കാരണം? ഒറ്റ കാരണമുള്ളൂ, മുത്തുനബിയുടെ ഉമ്മത്തായി എന്നുള്ളതാണ്. ബാക്കി നബിമാർക്ക് ഉമ്മത്തുണ്ട്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഞമ്മക്കായിരിക്കും. ഒരിക്കൽ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇറാഖുകാരോട് ചോദിച്ചു ഇത്രേ, ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ഏതാണ്? അലി റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് തലസ്ഥാനം മാറ്റമൊക്കെ ചെയ്തല്ലോ. ഇറാഖുകാരോട് ഒരിക്കൽ ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ഏതാ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഇറാഖുകാര് പറഞ്ഞു, അത് പാപിയായ ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് പറയുന്ന എത്ര ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പറയുക, യാ ഇബാദി, എന്റെ അടിമ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാള് അല്ലാഹു തആലക്ക് നേരെ എതിര് ചെയ്തു. ഒരാൾ കള്ളുടിച്ചു എന്ന് വിചാരിക്കുക. ഒരാൾ കള്ളുടിച്ചു. അങ്ങനെ ഓന്റെ വാപ്പ ഓനോട് പറഞ്ഞു, നീ പെരേക്ക് കയറരുത് പറഞ്ഞു. ഇടങ്ങേറായിട്ട്. എന്നാലും പിന്നെ വാപ്പ അറിയാതെ അമ്മ ചോറ് കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ്. അവസാനം ഒരു ദിവസം കള്ളുടിച്ചു വന്നാണ്ട് ഉമ്മാനെയും തച്ചു. അന്ന് അമ്മ പറഞ്ഞു, ഇനി ഉമ്മാന്റെ കുട്ടി ഈ പെരേക്ക് വരരുത് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരൊക്കെ പ്രശ്നമായി. അങ്ങാടിയിൽ നിന്ന് അടി കിട്ടി. ആർക്കും വേണ്ടാതായി ആ മനുഷ്യൻ. ഓനോടുള്ള ഖിതാബാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്ത് നടക്കുന്ന അടിമക്കുട്ടിയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, ഞാൻ എന്നെ വെറുതാക്കൂലട്ടോ. 11 മാസം എവിടെയിരുന്നു എന്ന് അല്ലാഹു തആല ചോദിക്കൂല. എന്തേ ഇന്നലെ പറയാഞ്ഞു എന്ന് ചോദിക്കൂല. ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയാൻ വന്നിക്കാണില്ലേ എന്ന് അല്ലാഹു തആല പറയില്ല. അതാണ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഇതാണ് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ഇറാഖുകാർ പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എത്ര അതല്ല, ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് അതല്ല.
അത് വല്ലുഹ സൂറത്തിലെ ഒരായത്തുണ്ട്, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് എന്ന് പറഞ്ഞു. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ടെൻഷനായി ഉമ്മത്തിന്റെ കാര്യത്തിൽ, വളരെയധികം വിഷമത്തിലായി ഉമ്മത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഈ ആയത്തോതി കൊടുത്തു. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വവല്ലാഹി ലാ അർള വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അല്ലാഹു ആണ് നേര്, എനിക്ക് തൃപ്തിയാവൂല. വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ. ഈ നരകമോചനത്തിന് ഒരു രഹസ്യമുണ്ട് എന്നാണ്. നരകമോചനത്തിന്റെ രഹസ്യം മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗപ്രവേശനത്തിന്റെ രഹസ്യവും മുത്തുനബിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നരകമോചനത്തിന്റെ രഹസ്യവും മുഹമ്മദ് നബിയിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും തിരിക്കപ്പെടും. നരകാവകാശികൾ നരകത്തിൽ വീഴും, സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്കും പ്രവേശിക്കും. മുത്തുനബി അറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഏതാനും ആളുകൾ നരകത്തിൽ ചാടിയിട്ടുണ്ടെന്ന്. രണ്ടാമതും ശഫാഅത്ത് ചെയ്യും. അർശിന്റെ താഴ്ഭാഗത്ത് പോയി അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ സുജൂദിൽ കിടക്കും. സുജൂദിനൊടുവിൽ നബി തങ്ങളോട് തല ഉയർത്താൻ വേണ്ടി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ആവശ്യം എന്ന് ചോദിക്കും. പടച്ചോനെ, അള്ളാഹുവേ റബ്ബേ, നിന്നെ കൊണ്ട് വിശ്വസിച്ച ചില ആളുകൾ നരകത്തിലുണ്ട്, അവരെ ഒന്ന് മോചിപ്പിക്കാനുള്ള അവസരം വേണം. അങ്ങനെ അവസരം കിട്ടും. നരകത്തിൽ വരും. മുഖത്ത് ഈമാനിന്റെ പ്രകാശമുള്ള മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വർഗത്തിലാക്കും. അള്ളാഹു ചോദിക്കും, നബിയെ, ഈമാനുള്ള എല്ലാ ആൾക്കാരെയും മോചിപ്പിച്ചോ? മുത്തുനബി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈമാനുള്ള എല്ലാ ആൾക്കാരെയും മോചിപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവസാനം അള്ളാഹു നേരിട്ട് നരകത്തിൽ ഹാജരാകുമെന്നും അവന്റെ കുദ്റത്തിന്റെ കൈകളെ കൊണ്ട് 3 പിടി മനുഷ്യന്മാരെ വാരിയിട്ട് പുറത്തേക്ക് കൊടുക്കുമെന്നുമാണ്. മനുഷ്യൻ എന്ന് പറയാൻ പറ്റൂല, കരിക്കട്ട. 3 പിടി കരിക്കട്ട വാരിക്കൊടുക്കും. മാഉൽ ഹയാത്ത് എന്ന വെള്ളത്തിൽ കുളിപ്പിച്ച് 33കാരാക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെയാണ് നരകമോചനം അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിൽ നിന്ന് മാത്രല്ല, ആഖിറത്തിലും എന്തെല്ലാം നിഅമത്തുകളുണ്ടോ ആ നിഅമത്തിന്റെ ഒക്കെ പിന്നിൽ മുത്തുനബിയാണുള്ളത്. ഒരിക്കലൊരു സഹാബി നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സ്വർഗത്തില്, എനിക്ക് നാളെ മഹ്ശറയില് ഇങ്ങളൊന്ന് കാണണം തോന്നിയാ ഞാൻ എവിടെ വന്നു നോക്കുക എന്ന് ചോദിച്ചു. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം. ആ സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കുക എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുണ്ടാവും. ആ സ്വഹാബി ചോദിച്ചു, നബി അവിടുന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടുന്ന കാണുക എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ആ ഹിസാബിന്റെ ഹൗദുൽ കൗസർ മുക്കി കൊടുക്കണ അവിടുന്ന് കാണാറുണ്ട്. അപ്പൊ ആ സ്വഹാബി ചോദിച്ചു, പൊന്നാർ നബിയെ, എനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മഹ്ശറയിൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയൂല, എനിക്ക് എന്തായാലും കാണുന്ന ഉറപ്പുള്ള ഒരു സ്ഥലം പറയുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, സഹാബ, സിറാത്തണ് കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാതാണ് പോവില്ല പറഞ്ഞു. അതായത് സിറാത്ത് മഹ്ശറ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ചുരുക്കിയിട്ട് കൂട്ടിയാൽ ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. എല്ലാ അഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലമുണ്ട്. 5 മിനിറ്റ് ഒരാളെ കാത്തു നിൽക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മളെ കാത്ത് 50,000 വർഷം നിൽക്കാൻ തയ്യാറുള്ള ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ താല്പര്യമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്ക് കൽബിക്കാൻ കയറിയില്ലെങ്കിൽ സംഗതി പ്രശ്നം തന്നെയല്ലേ. അതാണ് ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ താല്പര്യമുള്ള ആളാണ് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി. സഹാബത്തിനൊക്കെ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ നബി തങ്ങൾക്ക് അസുഖമുള്ള വിവരം സിദ്ദീഖുൽ അക്ബർ അറിഞ്ഞു റളിയല്ലാഹു അൻഹു. നബി തങ്ങൾക്ക് അസുഖമാണ് എന്നറിഞ്ഞു, കാണാൻ വേണ്ടി ചെന്നു. അസുഖമാണെന്നുറപ്പായതോടുകൂടെ സിദ്ദീഖിന് അസുഖം തുടങ്ങി.
നബി തങ്ങളുടെ അസുഖം മാറി പള്ളിയിൽ വന്നു. സിദ്ദീഖ് എവിടെയെന്ന് അന്വേഷിച്ചു. നബിയെ കുറെ ദിവസമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. തെരഞ്ഞുപോയി. നബി തങ്ങളെ കണ്ടതോടുകൂടി സിദ്ദീഖിന്റെ അസുഖം മാറി. ഒരു പാട്ടും പാടിയെന്നാണ്. ആ പാട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു പാട്ടും പാടി. മരിദൽ ഹബീബു ഫഉത്തു ഫമരിദതു മിൻ നസഫി അലൈ ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈ. മരിദൽ ഹബീബു, എൻ്റെ ഹബീബ് രോഗിയായി. ഫഉത്തുഹു, നബി തങ്ങളെ ഞാൻ സന്ദർശിച്ചു. ഫമരിദതു, എനിക്കും ദണ്ണം തുടങ്ങി. മിൻ അസഫി അലൈ, മനസ്സിന്റെ അടങ്ങേറുണ്ട്. ഫശഫൽ ഹബീബു, എൻ്റെ ഹബീബിന് രോഗം ശിഫയായി. ഫസാറനി, എന്നെ കാണാൻ വേണ്ടി വന്നു. ഫശഫൈതു, ഇന്റെ ദണ്ണം മാറി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടപ്പോൾ. രോഗിയാം നബിയോരാരീകത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറി ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും മദീനയിലെത്തി. വളരെ റാഹത്താണ്. ബദർ യുദ്ധം ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ്. വമ്പിച്ച വിജയാണ്. പക്ഷേ അന്ന് രാത്രിയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിലാണ് പെട്ടത് നബി തങ്ങൾ വന്നിട്ടില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നു. ഉമറെ, നബിനെ കാണാനില്ലട്ടോ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാളും കൂടിയും വീട്ടിൽ നിന്ന് ഇറങ്ങി. കാണാനില്ലെങ്കിൽ പള്ളിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് പള്ളിയിൽ ചെന്നു. പള്ളിയിൽ നബിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഭാര്യമാരുടെ വീട്ടിലാണ്. എല്ലാവരുടെ വീട്ടിലും പോയി, ഭാര്യമാരുടെ വീട്ടിലും ഇല്ല. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. യുദ്ധം ജയിച്ചപ്പോൾ നമ്മൾ വേഗം പോകുന്നതാണ്, നബി പോന്നിട്ടുണ്ടാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബദറിലേക്ക് രണ്ടാമത് മടങ്ങി. രാത്രിയിൽ ബദറിലേക്ക് മടങ്ങിയെത്തിയപ്പോ ബദറിൽ ഷഹീദായി മറവ് ചെയ്യപ്പെട്ട ഖബറാളികളുടെ അടുക്കൽ മുത്തുനബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമ നബി തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, യുദ്ധം ജയിച്ചു, ഞങ്ങളെല്ലാവരും പോയി, നിങ്ങളുണ്ടാവുന്ന കരുതിയത്, നിങ്ങൾ പോന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, സഹാബ അബൂബക്കറെ ഉമറെ, നമ്മളൊപ്പമുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ വഫാത്തായി കിടക്കുമ്പോൾ എങ്ങനെ ഒഴിവാക്കിയാണ്ട് പോരാന്ന് കരുതിയിട്ട് ഞാൻ ഇവിടുന്ന് പോന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖറബായ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതിക്കൊടുത്ത ആയത്താണ് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നബിയെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആൾക്കാരെ പറ്റിയിട്ട് നിങ്ങൾ മരിച്ചവരൊന്ന് വിചാരിക്കണ്ട, ഓരിവിടെ അപ്പുറത്ത് ചോരയ്ക്കുണ്ടല്ലോ എന്ന് പറയണേ. ആയത്തിറങ്ങിയത് അപ്പോഴാണ്. ഉമ്മത്തിനോട് അത്രയും താല്പര്യം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഉഹുദ് യുദ്ധം കഴിഞ്ഞു. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ഉഹുദിന്റെ ആദ്യഘട്ടത്തിൽ നേരിയ പരാജയമാണ്, അവസാന ഘട്ടത്തിൽ വിജയമാണ്. അങ്ങനെ അവസാന ഘട്ടത്തിലെ വിജയമുണ്ടായി. വിജയത്തിന് ശേഷം എല്ലാവരും മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. ഷഹീദായ ആൾക്കാരെ പരിശോധിച്ചപ്പോൾ അതിലും ഇല്ല. മടങ്ങാൻ വേണ്ടിയുള്ള യാത്രാ സംഘത്തെ നോക്കിയപ്പോൾ അതിലും സഅദ് റളിയല്ലാഹു അൻഹു ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഅദിനെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളാരും സഅദിനെ കണ്ടിട്ടില്ല. അവസാനം സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, സഅദ് എവിടെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, സഅദ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അതാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചു പോയി. ഉഹുദിൽ മുഴുവൻ നടന്ന് തെരഞ്ഞു. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. മടങ്ങാനൊട്ട് തോന്നണില്ല. കാരണം ഉഹുദിൽ സഅദിനെ തെരയാൻ നബി തങ്ങൾ പറഞ്ഞാൽ ഉഹുദിൽ സഅദ് ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ കാണാനില്ല. വീണ്ടും തെരഞ്ഞു. അവസാനം എന്തായാലും ഒന്ന് പോയി വിവരം പറഞ്ഞിട്ട് തെരയാൻ പിന്നെയും വരാന്ന് കരുതി സഅദ് റളിയല്ലാഹു അൻഹു.
പോകാൻ വേണ്ടി ഇങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ഒരു ഞരക്കം കേട്ടു എന്നാണ്, ചെറിയൊരു ശബ്ദം, ഒരു കരയുന്ന ശബ്ദം കേട്ടു. കരയുന്ന ശബ്ദം കേട്ട ഭാഗത്തേക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മണലിൽ പൂണ്ട് കിടക്കുകയാണ്. തിരഞ്ഞിടുവാൻ സയ്യിദ് എന്നോരെ നബി തങ്ങളും അയച്ചു. തിരഞ്ഞൊടുക്കം മണലിൽ പൂണ്ട സയ്യിദ് എന്നോരിൽ അടുത്തു മെല്ലെ ചെന്നുകൊണ്ട് ശരീരത്തിലായി തടഞ്ഞു. ഹബീബി അനാ സയ്യിദാണെന്നും സലാം അവർക്കും പറഞ്ഞു. മിഴികൾ രണ്ടും തുറന്നു മെല്ലെ പറഞ്ഞിടുന്നു സയ്യിദേ, മരിക്കുവാനിങ്ങടുത്തു കൊണ്ട് കിടക്കുന്നു ഞാനിവിടെ. ഹബീബുള്ളാന്റെ ശറഫാം നെറ്റി തടത്തിലമ്പ് തറച്ചോ. പാവിഴച്ചുണ്ടും അരുമപ്പല്ലും മുറിഞ്ഞു രക്തം ഒലിച്ചോ. മരിക്കണ നേരത്തെ അറിയേണ്ട ഒരു വിവരം, റസൂലുള്ളാന്റെ നെറ്റിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമ്പ് തറച്ചു എന്ന് പറഞ്ഞു കേട്ടിരുന്നത് ശരിയാണോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ നിന്ന് രക്തമൊലിച്ചിട്ടുണ്ടോ, പല്ല് മുറിഞ്ഞിട്ടുണ്ടോ? ഇതാണ് അറിയേണ്ടത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ വിവരം എനിക്കറിയിക്കണം. എന്നിട്ട് പറഞ്ഞിടുക റസൂലുള്ളാക്ക്, സയ്യിദേ നിങ്ങള് സലാമും, പിരിഞ്ഞു ഞാനും റസൂലുള്ളാടെ വസിയത്തായി ദുആയും എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കളത്തിൽ വഫാത്താകുക എന്നാണ്. ഓല് മരിക്കണ നേരത്ത് ഓൽക്ക് ആകെ അറിയേണ്ടത് മുത്തുനബിയുടെ വിവരം മാത്രമാണ്. ചായ കുടിച്ചിട്ടുണ്ടോ, നബി തങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടോ, നെറ്റിമൊരു അമ്പ് തറച്ചു എന്ന് പറഞ്ഞു കിട്ടിയെന്നു, അതിന്റെ വിവരം എന്താണ്, ബാക്കിയുള്ള വിവരങ്ങളൊന്നും അറിയേണ്ടതില്ല എന്നുള്ളതാണ്. അർഹമുർ-റഹീമായ അള്ളാഹു നമ്മളെല്ലാവരെയും മുഹബ്ബീങ്ങളിൽ ആശിഖുകളിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അവന്റെ മഹ്ലായ ഫضൽ കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. സഹോദരങ്ങളെ, SKSFന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വരികയാണ്. എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, 14 വയസ്സ്. എല്ലാവരും ഇപ്പൊ തന്നെ മനസ്സിൽ കരുതുക, 14 വയസ്സായാൽ SKSFന്റെ മെമ്പർഷിപ്പ് എടുക്കാനായി. നിങ്ങളൊക്കെ കുടുംബത്തിൽ, കൂട്ടുകുടുംബങ്ങളിൽ, മക്കളിൽ, ബന്ധുക്കളിൽ 14 വയസ്സുള്ള ആൺകുട്ടികളുണ്ടോ, ഓലൊപ്പം മനസ്സിൽ കരുതിക്കോളി SKSFന്റെ മെമ്പർഷിപ്പ് എടുക്കണം. അതിപ്പോൾ തന്നെ മനസ്സിൽ കരുതിക്കോളി. 14 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ, SKSFന്റെ മെമ്പർഷിപ്പ് അവരെ കൊണ്ട് എടുപ്പിക്കണം. 18 വയസ്സായാൽ SYSന്റെ മെമ്പർഷിപ്പ് കൊടുക്കണം. SKSFന്റെ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് SYSന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ തടസ്സമൊന്നുമില്ല കേട്ടോ. 18 വയസ്സാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അങ്ങനെ തടസ്സമുണ്ടെന്ന് വിചാരിക്കണ്ട. അപ്പോൾ 14 വയസ്സായ ആരൊക്കെ ഉണ്ടോ ഓലക്കൊണ്ടൊക്കെ SKSFന്റെ മെമ്പർഷിപ്പ് എടുക്കണം. ഈ കൂട്ടായ്മയിൽ അവരെ ചേർക്കണം. ഒരു നന്മക്ക് തുടക്കം കുറിച്ചാൽ അത് വലിയൊരു സൗഭാഗ്യമായിരിക്കും. അതുകൊണ്ട് ആ കാര്യം ഇന്നിവിടെ വെച്ചുകൊണ്ട് SKSFന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. എല്ലാവരുടെയും കൽബില് SKSFന്റെ മെമ്പർഷിപ്പ് എന്നുള്ള വിഷയം ഉണ്ടാവണം. മക്കളില്, പേരക്കുട്ടികളില്, കുടുംബങ്ങളില്, അയൽപക്കത്ത് 14 വയസ്സുള്ളവരുണ്ടോ, SKSFന്റെ മെമ്പർഷിപ്പ് എടുക്കുക എന്നത് അജണ്ടയാക്കി നിർബന്ധമായും അവരെ കൊണ്ട് മഹത്തായി ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പിനെ എല്ലാവരും എടുപ്പിക്കണം. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇസ്സത്തിന് വേണ്ടി എല്ലാവരും അകവറിഞ്ഞു ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിനെ സ്വീകരിക്കണേ അല്ലാ. ദുനിയാവിൽ ആഖിറത്തിൽ ഞങ്ങളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കണേ അല്ലാ. മുഹിബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ചേർക്കണേ അല്ലാ. അങ്ങനെ ജീവിച്ച് അങ്ങനെ തന്നെ മുത്തുനബിനെ കണ്ട്, ബദരീങ്ങളെ കണ്ട് എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ഉറക്ക കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.